പഴയ ശത്രുക്കൾ പുതിയ മിത്രങ്ങളാകുന്നു. അന്താരാഷ്ട്ര ഭൂപടത്തിൽ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ അടയാളപ്പെടുത്തപ്പെടുന്നു. പുത്തൻ പുതിയ സമവാക്യങ്ങൾ രൂപം കൊള്ളുമ്പോൾ അതിർത്തികൾ കൂടുതൽ കലുഷിതമാവുകയാണ്. ഇന്ത്യ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്ന സിലിഗുരി ഇടനാഴിക്കടുത്തുവരെ പാക് ISIയെ ബംഗ്ലാദേശ് ക്ഷണിച്ചുവരുത്തിക്കഴിഞ്ഞു. സിലിഗുരിയിൽ കണ്ണെറിഞ്ഞ് ഊഴം കാത്തു പതുങ്ങുന്ന ചൈനയ്ക്കുമുണ്ട് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിൽ സ്വാധീനം. അങ്ങനെയെങ്കിൽ ഇന്ത്യ കരുതലോടെ നീങ്ങേണ്ട സമയം ആഗതമായിരിക്കുന്നു. വടക്കുകിഴക്കൻ മേഖലയിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രയ്ക്ക് തന്ത്രപ്രധാനമാണ് സിലിഗുരി അഥവാ ഇന്ത്യയുടെ ഈ ചിക്കൻ നെക്ക്. പശ്ചിമ ബംഗാളിന്റെ വടക്കൻ അതിർത്തി മേഖല, നോർത്ത് ഈസ്റ്റിലേക്കുള്ള പ്രവേശന കവാടം. കേവലം 60 കിലോമീറ്റർ നീളം, 22 കിലോമീറ്റർ വീതി. നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇടുങ്ങിയ ഇടനാഴി. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിൽ ഈ കോഴിക്കഴുത്തിന്റെ സ്വാധീനം ചില്ലറയൊന്നുമല്ല. ഹിമാലയത്തിന്റെ താഴ്വരയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 400 അടി ഉയരത്തിലാണ് സിലിഗുരി. പശ്ചിമ ബംഗാളിൽ തലസ്ഥാന നഗരമായ കൊൽക്കത്ത കഴിഞ്ഞാൽ ഏറ്റവും വലിയ നഗരം. ഭൂപ്രകൃതിയുടെ കാര്യത്തിൽ കേരളത്തോട് വളരെ സാമ്യമുണ്ട് സിലിഗുരിക്ക്. ബംഗാളി, ദിമാൽ, രാജ്ബൻഷി, ഗൂർഖ, ആദിവാസി, ബിഹാരി, ബൂട്ടിയ, സിക്കിമീസ് തുടങ്ങി വിവിധ വിഭാഗത്തിൽപ്പെട്ട 25 മുതൽ 30 ലക്ഷം വരെ ആളുകളാണ് സിലിഗുരി പട്ടണത്തിലെ താമസക്കാർ. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലേക്കുള്ള ഏക റെയിൽ റോഡ് മാർഗവും സിലിഗുരി ഇടനാഴിയാണ്. വ്യാപാരം, വാണിജ്യം, ടൂറിസം തുടങ്ങി സകലമാന മേഖലയിലും തന്ത്രപ്രധാന സ്ഥാനം ഈ ഇടനാഴിക്കുണ്ട്. ട്രക്കുകളും ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ 10 ലക്ഷത്തോളം വാഹനങ്ങൾ ദിവസേന ഈ ഇടനാഴി ഉപയോഗിക്കാറുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രതിദിനം 2400 മെട്രിക് ടൺ ചരക്കുകൾ കടത്തപ്പെടുന്നുണ്ടെന്നും 142 കോടിയോളം വരുമാനമാണ് ഇതിലൂടെ ഉണ്ടാക്കുന്നതെന്നും രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ നിരവധി എണ്ണ, വാതക പൈപ്പ് ലൈനുകളും വൈദ്യുതി ഗ്രിഡുകളും ഈ മേഖലയിലൂടെ കടന്നുപോകുന്നുണ്ട്. ജൈവ വൈവിധ്യത്താലും പ്രകൃതി സൗന്ദര്യത്താലും സാംസ്കാരിക പൈതൃകത്താലും പേരുകേട്ട വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് സിലിഗുരിക്കുള്ളത്. അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഇന്ത്യൻ സൈനികർ സഞ്ചരിക്കുന്നതും ആയുധങ്ങൾ എത്തിക്കുന്നതും സിലിഗുരി വഴി തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ മേഖലയിലും സിലിഗുരിയുടെ പ്രാധാന്യം വളരെ വലുതാണ്. 1947 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന കാലത്ത് സിക്കിം, ഭൂട്ടാൻ എന്നിവിടങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവരുടെ പ്രധാന ഇടത്താവളമായിരുന്നു സിലിഗുരി. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ചൈന യുദ്ധത്തിനും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനും ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിനും ശേഷം സിലിഗുരി ഇടനാഴി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഏക കരമാർഗമായി മാറുകയായിരുന്നു. ഇതോടെ സിലിഗുരിയുടെ പ്രാധാന്യവും വർദ്ധിച്ചു. 1962 ചൈനീസ് അധിനിവേശത്തോടെയാണ് സിലിഗുരിയുടെ പ്രാധാന്യം ഇന്ത്യ തിരിച്ചറിയുന്നത്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു അന്ന് ചൈനയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യ നേരിട്ട ആക്രമണം. ഇന്ത്യ ചൈന അതിർത്തിയായ മക്മോഹൻ ലൈൻ അംഗീകരിക്കാതെ ചൈനീസ് സൈന്യമായ പീപ്പിൾസ് ലിബറേഷൻ ആർമി ടിബറ്റ് കീഴടക്കി. ചൈനയുടെ 80,000-ഓളം വരുന്ന സൈനികരെ ഇന്ത്യയുടെ 20,000-ഓളം വരുന്ന സൈന്യം ഒരു മാസത്തോളമാണ് നേരിട്ടത്. അരുണാചൽ പ്രദേശിലെ പർവ്വത മേഖലകളും കടന്ന് ചൈനീസ് ആർമി അസമിലെ സമതലങ്ങൾക്കടുത്തുവരെ മുന്നേറി. ഒടുവിൽ ചൈന വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെയാണ് യുദ്ധം അവസാനിച്ചത്. അന്ന് അസമിനോട് ചേർന്നുള്ള സിലിഗുരി ഇടനാഴി ചൈന പിടിച്ചെടുത്തിരുന്നെങ്കിൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഭാവി പ്രവചനാതീതമാകുമായിരുന്നു. ഇത് ഇന്ത്യക്കൊരു പാഠമായി. മറ്റൊരു ഇൻഡോ ചൈന യുദ്ധമുണ്ടായാൽ സിക്കിം, ഭൂട്ടാൻ, ചൈന ട്രൈ ജംഗ്ഷനായ ചുംബി താഴ്വര വഴി മുന്നേറി ചൈന സിലിഗുരി ഇടനാഴി പിടിച്ചെടുത്താലുള്ള ഭവിഷ്യത്തുകളാണ് ആശങ്കയ്ക്ക് ഇടവരുത്തിയത്. 1967 സിക്കിമിലെ നാതുലായിലും ചോലയിലും ചൈന നടത്തിയ ആക്രമണം ഇതിന് ആഴം കൂട്ടി. സിക്കിമിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ചർച്ചകൾക്കാണ് ഇത് വഴി തുറന്നത്. അങ്ങനെ 1975 സിക്കിം 22ാമത്തെ സംസ്ഥാനമായി ഇന്ത്യയുടെ ഭാഗമാവുകയും ചെയ്തു. ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കൊണ്ട് സിക്കിമും ഇന്ത്യക്ക് തന്ത്രപ്രധാനമാണ്. ഇവിടുത്തെ ഫലപ്രദമായ സേനാവിന്യാസത്തിലൂടെ സിലിഗുരി ഇടനാഴിയെ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യ സിക്കിം കയ്യേറുകയായിരുന്നുവെന്നാണ് ചൈന അന്ന് വാദിച്ചത്. സിക്കിമിനെ സ്വതന്ത്ര രാജ്യമായി തന്നെ ചൈന കണക്കാക്കുകയും ചെയ്തു. ചുംബി താഴ്വരയിൽ റോഡുകൾ നിർമ്മിക്കുന്നതും സൈനിക താവളങ്ങൾ ഉണ്ടാക്കുന്നതും അവർ തുടർന്നു. 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്ത് സിലിഗുരി ഇടനാഴി ആക്രമിക്കാൻ
പാകിസ്ഥാൻ ചൈനയെ പ്രേരിപ്പിച്ചിരുന്നെന്ന് ചരിത്രരേഖകൾ പറയുന്നു. കിഴക്കൻ പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യൻ മുന്നേറ്റം തടയുന്നതിനായിരുന്നു അത്. എന്നാൽ ഇന്ത്യയുമായി യുദ്ധത്തിനു പോയാൽ പടിഞ്ഞാറൻ അതിർത്തികൾ ആക്രമിക്കുമെന്ന സോവിയറ്റ് യൂണിയന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ അന്ന് ചൈന അതിന് തുനിഞ്ഞില്ല. ചൈനയുടെ ഒരു കണ്ണ് ഇന്നും സിലിഗുരിക്കുമേലുണ്ട്. ഈ മേഖല പിടിച്ചെടുത്താൽ ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള എല്ലാ സപ്ലൈ ലൈനുകളും മുറിയുമെന്ന് ചൈനയ്ക്ക് വ്യക്തമായി അറിയാം. ഈ സംസ്ഥാനങ്ങൾക്കൊപ്പം ആശ്രിത രാജ്യമായ ഭൂട്ടാനും ഒറ്റപ്പെടും. മേഖലയിലെ വിഘടന പ്രസ്ഥാനങ്ങൾക്ക് ഇത് വളമാവുകയും ചെയ്യും. സിക്കിമും അരുണാചൽ പ്രദേശും ടിബറ്റിന്റെ ഭാഗമാണെന്ന് വർഷങ്ങളായി അവകാശപ്പെടുന്ന ചൈനയ്ക്ക് ആ പ്രദേശങ്ങൾ കൈയടക്കാനും സാധിക്കും. അസ്ഥിരത സൃഷ്ടിച്ച് ഇന്ത്യയുടെ അഖണ്ഡതയിൽ മണ്ണുവാരിയിടുക തന്നെയാണ് ചൈന ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ സൂചനകളെന്നോണം അതിർത്തിയിലെ സേനാവിന്യാസവും അടിക്കടിയുള്ള ചൈനീസ് ആക്രമണങ്ങളും നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൈന്യം പ്രവർത്തിക്കുന്നത്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന വടക്കുകിഴക്കൻ മേഖലകളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്ത്യൻ സൈന്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10,000-കണക്കിന് സൈനികരും ആധുനിക ആയുധബലവുമുള്ള ഇന്ത്യൻ കരസേനയുടെ 33-ാം കോർപ്സിനാണ് സിക്കിം ഭൂട്ടാൻ അതിർത്തികളുടെ സംരക്ഷണ ചുമതല. നേപ്പാൾ ഭൂട്ടാൻ അതിർത്തി മേഖലയിലെ സശസ്ത്ര സീമാബലും ചൈനീസ് അതിർത്തിയിലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും കനത്ത സുരക്ഷയൊരുക്കി ഏത് സമയത്തും ഒരു മുന്നേറ്റത്തെ നേരിടാൻ തയ്യാറായുണ്ട്. ഇതിനെല്ലാം പുറമെ ഹാഷിമാര എയർഫോഴ്സ് സ്റ്റേഷനടക്കം ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഹിമാലയൻ അതിർത്തികളെ നിരീക്ഷിച്ച് ആധുനിക ഉപഗ്രഹങ്ങളും ഇന്ത്യക്ക് ഇന്നുണ്ട്. പക്ഷേ ഇന്ന് ചൈനയെ മാത്രം ഇന്ത്യ കരുതിയിരുന്നാൽ പോരാ. ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ ഇഴപൊട്ടിയ നയതന്ത്ര ബന്ധം ചെറുതായി കണ്ട് അങ്ങനെ തള്ളിക്കളയാനാവുന്നതല്ല. ചൈനയുമായി നല്ല സൗഹൃദത്തിലാണ് ബംഗ്ലാദേശ് ഇപ്പോൾ. പഴയതൊക്കെ മറന്ന് പാകിസ്ഥാനോടും നല്ല അടുപ്പമായി. ബംഗ്ലാദേശിലൂടെ പാകിസ്ഥാനും ചൈനയും ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയാണെന്ന തരത്തിൽ വിദഗ്ധരുടെ വിലയിരുത്തലുകളും വരുന്നുണ്ട്. വടക്കൻ ബംഗ്ലാദേശിൽ സിലിഗുരി ഇടനാഴിക്ക് തൊട്ടടുത്തുള്ള രംഗ്പൂർ ഡിവിഷൻ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ സന്ദർശിച്ച വാർത്തയടക്കം ഇതിൽ എണ്ണ പകരുന്നതാണ്. ഇങ്ങനെ ISI ഉന്നതർ ധാക്കയിലെ സ്ഥിരം സന്ദർശകരാകുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യില്ല.